ദൂരെ ദൂരെ ആ ആമ്പൽ തടാകങ്ങളിലേക്കുള്ള ഏകാന്ത യാത്രക്കിടയിൽ ഒരു ശിശിര രാവിലെയാണ് ഞാൻ നിന്നെ കണ്ടതെന്ന് ഓർക്കുന്നു. ശിശിര താണ്ഡവത്തിൽ ഇലപൊഴിഞ്ഞ് ഉണങ്ങി വരണ്ട് ദ്രവിച്ചു തുടങ്ങിയ ചില്ലകളുമായി ആ നാട്ടുപാതയോരത്ത് ഒറ്റത്തടിയായി ഭവ്യതയോടെ അങ്ങനെ ഒതുങ്ങി നിൽക്കുന്നു. ഒറ്റ കാഴ്ചയിൽ ക്രൂശിതനെ പോലെയോ ഒലിവ് വൃക്ഷത്തെ പോലെയോ ഒക്കെ എനിക്ക് തോന്നിയിരുന്നു. പേർത്തും പേർത്തുമുള്ള ചോദ്യത്തിലും ഒറ്റയാൻ എന്ന ഒറ്റ ഉത്തരത്തിൽ നീ എന്നെ മൗനിയാക്കി. നിനക്ക് ചുറ്റും വീണുകിടന്ന ഉണങ്ങിയ ഇലകളും ഫലത്തിന്റെ അവശിഷ്ടങ്ങളും പൂർവകാലത്ത് എന്നോ വസന്തം നിന്നിൽ വിരുന്നിനെത്തിയിരുന്നു എന്നതിൻ്റെ അടയാളങ്ങളായിരുന്നു. നിന്നിൽ കെട്ടുപിണഞ്ഞ് ഉണങ്ങി നിന്ന കാട്ടുവള്ളികൾ ഏതോ വിഷാദത്തിലേക്ക് നിന്നെ വലിച്ചുകൊണ്ടു പോകുന്നതായി ഞാൻ ഭയത്തോടെ കണ്ടു. ചേതനയറ്റ ഉണക്കമരമായിരുന്നിട്ടും കടപുഴകി വീഴാതെ എൻ്റെ ഛായയിൽ അനുയാത്രികനായി നിന്നെ ഞാൻ ചേർത്ത് നിർത്തി. കാശ്മീരിലെ ജലത്തുള്ളികൾ പോലെ സുതാര്യമായ എന്നോട് എന്തിനാണ് നീ വ്യാജം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് നിനക്ക് എന്നിൽ സംശയം തോന്നിയതെന്നും എനിക്കറിയില്ല. എന്നിട്ടും അകലെ അകലെ ആ മഞ്ഞിൻ പാളികളിൽ നിന്ന് ഒഴുകിയെത്തിയ ആ കുരുന്നു മാലാഖ ഏതോ വസന്തകാലത്ത് നിന്നിൽ ചേക്കേറിയിരുന്ന ദേശാടന കിളികളെക്കുറിച്ച് എന്നോട് നിർത്തില്ലാതെ പറയുമായിരുന്നു. വരും വസന്തകാലത്ത് ഇനിയും പൂത്തു തളിർത്ത് മധുരമുള്ള ഫലങ്ങളും ചൂടി ആ നാട്ടുപാതയോരത്ത് നീ അങ്ങനെ നിഴൽ വിരിച്ച് നിൽക്കണം. കൂടഴിഞ്ഞ ദേശാടന പക്ഷികൾ ഇനിയും നിന്നിൽ ചേക്കേറട്ടെ. അവയുടെ കളകള ശബ്ദത്തിൽ നിന്റെ ഉള്ളം കുളിർക്കട്ടെ. വസന്തവും വർഷവും ഗ്രീഷ്മവും ഹേമന്തവും കടന്ന് വീണ്ടും ആ പാതയോരത്ത് ദ്രവിച്ചു വീഴാതെ ഇലകളില്ലാത്ത, പൂക്കളില്ലാത്ത, ഫലങ്ങളുടെ ഭാരമില്ലാത്ത വെറും ഉണക്കമരമായി നഗ്നരായ മനുഷ്യരെ പോലെ എൻ്റെ ഛായയിലൂടെ നടക്കുക. ആമ്പൽ തടാകങ്ങളിലേക്ക് ഇനിയും ദൂരം ഏറെയാണ്. അവിടെ പൂന്തേൻ ഉണ്ണാൻ എത്തുന്ന കുരുവികളെ കാണാം, ഒരുപക്ഷെ കൂടഴിഞ്ഞ ദേശാടന കിളികളെയും.